ഇന്നും രാവിലെ മുതലേ വീട്ടിൽ തന്നെ ഉണ്ടായി. ഒന്നും പണിയില്ലാതിരിക്കുമ്പം ഇറ്റ്സ് ബാഡ്. ഇപ്പോൾ രാവിലെ മുതൽ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടായി. ഇൻസ്റ്റാഗ്രാമിലെല്ലാം സ്ക്രോൾ ചെയ്ത് കുറേ സമയം ആക്കി. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സും എടുത്തുപോയി. ഇപ്പം ഫുൾ ചർച്ചാ വിഷയ എപ്സ്റ്റൈൻ ഫയൽസ് ഏതോ ഒന്നാമറ്റം കണ്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ വരുന്നതെല്ലാം അതിനെക്കുറിച്ചുള്ള കണ്ടൻസും വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളെല്ലാമാണ്. ശരിക്കും ട്രോമ ആവുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ് ഉള്ളത്. അതുപോലെയുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം കണ്ടേ. ശരിക്കും വലിയ ധാരണ ഒന്നുമില്ല എനിക്ക് അതിനെക്കുറിച്ച്. പക്ഷേ അറിഞ്ഞിടത്തോളം ഇറ്റ്സ് വെരി ഡാർക്ക്. എപ്സ്റ്റൈൻ ഫയൽസ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. ആൾ ഒരുപാട് ഇല്ലീഗൽ കാര്യങ്ങൾ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗികമായിട്ട് ഉപദ്രവിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലീസ് പിടിച്ച് ആൾ ആത്മഹത്യ ചെയ്ത്. അപ്പോൾ ആളെ കയ്യിലില്ലേ ഡോക്യുമെൻറ്റ്സാണ് ഈ എപ്സ്റ്റൈൻ ഫയൽസ് എന്ന് പറയുന്ന സാധനം. അതിലൊരുപാട് ലീഡേഴ്സിൻ്റെയും ഒരുപാട് വലിയ പ്രമുഖരെയും ഒക്കെ ഡാറ്റാസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ട്രംപിൻ്റെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. എത്രയോ മില്യൺ ഫയൽസ് ഉണ്ട് അതിൽ ഇത്ര ശതമാനം മാത്രമേ ഇതുവരെ ഔട്ടായിട്ടും അതെല്ലാം ഫുൾ ബ്ലാക്കായും മറ്റും അങ്ങനെയും അല്ലാതെ ഇല്ലത്. വിക്ടിംസിൻ്റെ പേരും കാര്യങ്ങളെല്ലാം ആയിരിക്കും. ബ്ലറില്ലാത്ത ഫോട്ടോ കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ വരാനുള്ളതെല്ലാം എന്താണ് എന്തായിരിക്കും എന്നില്ലേ സംഭവം. അതിൽ മോദിയുടെ പേരുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്ങോട്ടാണ് ഈ ലോകത്തിൻ്റെ പോക്ക് എന്നാണ് ആലോചിക്കുന്നത്. അപ്പം ഈ ഒരു സാധനം അറിയാത്തവർ ജസ്റ്റ് ഗൂഗിളിൽ എപ്സ്റ്റൈൻ ഫയൽസ് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അതിൽ വരും, ഫസ്റ്റ് തന്നെ വരും. വായിക്കേണ്ടവർക്ക് വായിക്കാം, കാണേണ്ടവർക്ക് കാണാം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ എവിടെയെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്, മൂഡ് ഓഫ് ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി നോക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ കുട്ടികളെ യൂസ് ചെയ്തിട്ട് ഹേർട്ട് ചെയ്യുന്നത്, പീഡിപ്പിക്കുന്നത്, അവരെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ കാനിബലിസം, അതായത് മനുഷ്യനെ തന്നെ ഭക്ഷിക്കുന്നത്. ഈവൻ ഇപ്പോൾ ഒരു ബർഗറിൽ തന്നെ ഹ്യൂമൻ മീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസെല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ചാനൽ ചർച്ചയിലും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലേ കണ്ടിട്ട് ഒരുപാടൊന്നും ചർച്ചയാവുന്നതും കണ്ടിട്ടാണ്. അറിഞ്ഞത് വെച്ചത് ജനുവരി 31 എങ്ങാണ്ടും ഒരു ഫയൽസ് റിലീസായി എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ ഞാൻ പറയാം, ഞാനിത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനോ വിശദീകരിക്കാനോ ഓരോ ഭാഗം കൂടാനോ ഒന്നും വന്നതല്ല. ഞാനിതെല്ലാം കണ്ടിട്ട് ആ ഒരു ഡിസ്റ്റർബായിട്ട്, മൂഡ് ഓഫ് ആയിട്ട്, ഒരു ഡാർക്ക് ഫീൽ ചെയ്തിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ച് വന്നാൽ ഇന്നെന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റൂല. സോ ഈ ഒരു സംഭവം ഒന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ച് പറയാമെന്ന് വെച്ച് വന്നേ. ആൻഡ് നമ്മുടെ കയ്യിൽ കുറേ പൈസയും കുറേ പവറും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അത്രത്തോളം മൂടി വെക്കാമെന്നുള്ള കാര്യം തോന്നുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ. ആർക്കും കൂസലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലെ എല്ലാവരും എനക്കും സ്ക്രോൾ ചെയ്ത് മിണ്ടാണ്ട് പോയാൽ മതിയായിരുന്നു. അത്രയുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നും പറയാനൊന്നുമില്ല.
പുറത്ത് വരുന്ന ആർക്കറിയാം. നോക്കാം, വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. അപ്പോൾ ശരി, ബൈ. നല്ല തലവേദന, പോയിട്ട് ചായ കുടിക്കട്ടെ. അമ്മാതിരി അവസ്ഥയിലാണില്ലത്. അപ്പോൾ ഡേ 13 എല്ലാവർക്കും വെൽക്കം ടു ദ വ്ളോഗ്. ലാസ്റ്റ് അവറിന്. അപ്പം ബൈ.